السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ഒരു വെള്ളത്തിൻ്റെ ടാങ്കിൻ്റെ ഉടമസ്ഥൻ, അത് വലിയൊരു ഹൗല് പോലെ എന്തെങ്കിലും ഒരു വലിയ ടാങ്ക്, അതല്ലെങ്കിൽ തൊലി സഞ്ചി വെള്ളത്തിൻ്റെ, അതിൻ്റെ ഉടമസ്ഥന് അതിലുള്ള വെള്ളം ഉപയോഗിക്കാൻ മറ്റുള്ളവരെക്കാളും കൂടുതൽ അധികാരമുണ്ട് എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ, മൻ റഅ അന്ന സാഹിബൽ ഹൗദി അവിൽ ഖിർബത്തി അഹഖു ബിമാഇഹി. സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരിക്കൽ ഒരു പാത്രം പാലോ അല്ലെങ്കിൽ വെള്ളമോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അദ്ദേഹം അതിൽ നിന്ന് കുടിച്ചു. അദ്ദേഹത്തിൻ്റെ വലതുവശത്ത് ഒരു കൊച്ചുകുട്ടിയായിരുന്നു ഇരുന്നത്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയായിരുന്നു അത്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ഹദീസാണ്. ഇടതുവശത്ത് ഭയങ്കര വയസ്സായ ഒരാളായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൊച്ചേ, ഈ പാല് എൻ്റെ ഇടതുവശത്തിരിക്കുന്ന വയസ്സിന് കൊടുക്കാൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂൽ കുടിച്ചിട്ട് ബാക്കിയുള്ളത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ ഒരാളെയും ഇതിൽ പങ്കുപറ്റാൻ അനുവദിക്കുകയില്ല, താങ്കളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വീതത്തിൽ. അപ്പോൾ ഇത് ഭയങ്കരമായ അനുഗ്രഹമാണ് അത് കണക്കാക്കുന്നത്. അതിൽ ഞാൻ ആർക്കും ഒന്നും കൊടുക്കുന്നില്ല, അല്ലേ അല്ലാഹുവിൻ്റെ റസൂലേ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അത് ആ കുട്ടിക്ക് കൊടുത്തു. عن سهل بن سعد رضي الله عنه قال أوتي رسول الله صلى الله عليه وسلم بقدح فشرب وعن يمينه غلام هو أحدث القوم والأشياخ عن يساره قال يا غلام أتأذن لي أن أوتي الأشياخ فقال ما كنت أوثر بنصيبي منك أحدا يا رسول الله فأعطاه إياه. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. അതായത് അള്ളാഹു ആണ് സത്യം എന്ന് പറയുന്നത് പോലെ കുറച്ച് ആളുകളെ എൻ്റെ ടാങ്കിൽ നിന്നും, ഹൗലുൽ കൗസറിനെയാണ് ഉദ്ദേശിക്കുന്നത്, അതിൽ നിന്നും ഓടിച്ചു വിടും. വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മൾ പരലോകത്ത് ഹൗലുൽ കൗസറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കുറേ ആളുകളെ ഓടിച്ചു വിടും. അത് ഖിയാമത്ത് നാളിലാണ്. ഒരു സ്വന്തമായ, അതായത് നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്കിൽ അല്ലെങ്കിൽ കന്നുകാലിയിൽ കുടിക്കാനുള്ള പാത്രമോ എന്തെങ്കിലുമൊക്കെ, അതിൽ നിന്ന് നമ്മുടെ കന്നുകാലികൾ കുടിക്കുന്നു. ഒരു പരിചയമില്ലാത്ത അന്യ കന്നുകാലികൾ വരുമ്പോൾ നമ്മൾ ഓടിച്ചു വിടുന്നത് പോലെ. അപ്പോൾ അങ്ങനെ ഓടിച്ചു വിടാം എന്ന് വേണമെങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. സമയത്തു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല വല്ലദീ നഫ്സി ബിയദിഹി لا أذودن رجالا عن حوضي كما تذاد الغريبة من الإبل عن الحوض. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഇസ്മായിലിൻ്റെ ഉമ്മാനോട് അള്ളാഹു കരുണ കാണിക്കട്ടെ, ഹാജറ അലൈഹി ഇസ്ലാമിനെയാണ് ഉദ്ദേശിക്കുന്നത്. അവർ സംസം വെള്ളത്തിനെ വെറുതെ വിട്ടിരുന്നുവെങ്കിൽ അവിടെ ഒരു തടം കെട്ടാതെ, അപ്പോൾ നമുക്ക് കഥയിലൊക്കെ അറിയാം, വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നു മരുഭൂമിയിൽ നിന്ന് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ കാൽച്ചുവട്ടിൽ അല്ലെങ്കിൽ അദ്ദേഹം കിടക്കുന്നതിൻ്റെ അടുത്തായിട്ട് പൊങ്ങി ഓരോ പൊട്ടി വരുമ്പോൾ, മരുഭൂമിയാണ്, മണലാണ്, ആ വെള്ളം ഒറ്റയടിക്ക് അങ്ങ് പറ്റിപ്പോവും. അപ്പോൾ ഒഴുകിപ്പോകാതിരിക്കാൻ വേണ്ടി അവരവിടെ ഒരു കുഴി പോലെ മണൽ കൂട്ടി വെച്ച് ഒരു വട്ടത്തിൽ പാത്രം പോലെ അല്ലെങ്കിൽ ഒരു കുഴി പോലെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് സം എന്ന് പറഞ്ഞു. അതായത് അവരുടെ ഭാഷയിൽ അത് ഈജിപ്ഷ്യൻ ഭാഷയായിരിക്കും, മതി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അവർ ചെയ്തില്ലായിരുന്നുവെങ്കിൽ, വെറുതെ വിട്ടിരുന്നുവെങ്കിൽ, അതെങ്ങനെയാണോ ഒഴുകാൻ ഉദ്ദേശിച്ചതുപോലെ അവിടെ ഒരു തടം കെട്ടാതെ വിട്ടിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും പറഞ്ഞത്, അവൾ അതിൽ നിന്ന് ഒരു കൈ വെള്ളം എടുക്കാതിരുന്നുവെങ്കിൽ അത് ഒഴുകുന്ന ഒരു നദി ആയി മാറുമായിരുന്നു. അപ്പോൾ അറേബ്യയുടെ മരുഭൂമി കൂടെ ഒരു നദി തന്നെ ഉണ്ടായേനെ എന്നാണ് പറയുന്നത്. കാരണം സംസം പറ്റാത്ത കിണറാണെന്ന് നമുക്കൊക്കെ ഇപ്പോഴും അറിയാം. ജുർഹും എന്ന് പറയുന്ന ഒരു അറബി ഗോത്രം അവിടേക്ക് വന്നു. അവരോട് ചോദിച്ചു, ഞങ്ങൾ ഇവിടെ താമസിച്ചോട്ടെ? അവർ പറഞ്ഞു, ഉവ്വ, പക്ഷെ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ മേലിൽ യാതൊരു അധികാരവും ഇല്ല. അവർ അത് അംഗീകരിച്ചു. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യർഹമുല്ലാഹു ഉമ്മു ഇസ്മായിൽ ലൗ തറക്ത സംസമ ഔ ഖാല ലൗ ലം തഗ്രിഫ് മിനൽ മാഇ ലകാനത ഐനൻ മഈനൻ വഅഖബല ജുർഹും ഫഖാലു അതഅദനീന അൻ നൻസില ഇൻദകി ഖാലത് നഅം വലാ ഹഖ്ഖ ലക്കും ഫിൽ മാഇ ഖാലു നഅം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, 3 തരം ആളുകളുണ്ട്, അവരോട് അല്ലാഹു സംസാരിക്കുകയില്ല, അവരുടെ നേരെ നോക്കുകയില്ല ഖിയാമത്ത് നാളിൽ.
തെറ്റായ സത്യം ചെയ്യുക അല്ലെങ്കിൽ കള്ളസത്യം ചെയ്യുകയും, അതായത് കച്ചവട സാധനങ്ങളുടെ മുകളിൽ ഞാൻ ഇത് ഇത്ര രൂപയ്ക്ക് മേടിച്ചതാണ്, നിനക്ക് ഞാൻ ഇത്ര രൂപയ്ക്ക് തന്നേക്കാം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ പറ്റിച്ച് വെക്കുന്നവൻ. അസ്ര നമസ്കാരത്തിന് ശേഷം കള്ളസത്യം ചെയ്യുന്നവൻ മുസ്ലിമിൻ്റെ സമ്പത്ത് പിടിച്ചു പറിക്കുന്നതിന് വേണ്ടിയിട്ട്. അത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ റോഡരിയിലുള്ള റോഡ് സൈഡ് കച്ചവടക്കാരാണ്. ഇന്നത്തെ പോലെ ഷോറൂമും മാളും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ സാധനങ്ങളുമായിട്ട് ഒരാൾ വരുന്നു, റോഡരിയിൽ അല്ലെങ്കിൽ ചന്തയുടെ അരിയിൽ എവിടെയെങ്കിലൊക്കെ ഇട്ടിട്ട് വെക്കുന്നു. എന്നിട്ട് അസ്ര കഴിഞ്ഞ് കഴിയുമ്പോൾ സാധനം വിറ്റ് തീർന്നില്ലെങ്കിൽ പിന്നെ അത് പൊതിഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുകൊണ്ട് വരും. അത് കച്ചവടക്കാരനെ സംബന്ധിച്ച് വലിയ ബാധ്യതയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയും വിറ്റ് തീർത്തിട്ട് പോകണം എന്നുണ്ടാവും. അപ്പോൾ ആളുകൾ പലരും കള്ളസത്യമൊക്കെ ചെയ്യാറുണ്ട്. അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിലൊക്കെ ബാധകമാണ്. നമുക്ക് വിറ്റഴിക്കൽ, അതുപോലെ കടകാലിയാക്കൽ ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ, അതല്ലെങ്കിൽ നേരായ ഒരു സ്ഥലക്കച്ചവടമാണെങ്കിലും ഞാൻ ഇത്രയ്ക്ക് മേടിച്ചാണ് നിനക്ക് ഇത്രയ്ക്ക് തന്നേക്കാം, സത്യം അള്ളാഹാണ് സത്യം. എന്ത് കാര്യത്തിലും കള്ളസത്യം ചെയ്ത് ഒരു മുസ്ലിമിൻ്റെ സമ്പത്ത് പിടിച്ചു പറിച്ചാൽ അവൻ്റെ നേരെ അവൻ രണ്ടാമനാണ്. അവന് ആ 3 കൂട്ടരിൽ അധികമുള്ള വെള്ളം തടഞ്ഞു വയ്ക്കുന്നവൻ അങ്ങനെ ചെയ്താൽ അള്ളാഹു അവനോട് പറയും, ഞാൻ എൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ദയ അല്ലെങ്കിൽ കാരുണ്യം നിന്നിൽ നിന്ന് തടഞ്ഞു വച്ചിരിക്കുന്നു. കാരണം നീ അന്ന് നിനക്ക് അധികമായിട്ടുണ്ടായിരുന്ന വെള്ളം മറ്റുള്ളവരിൽ നിന്ന് തടഞ്ഞു വെച്ചു. നീയല്ലായിരുന്നു ആ വെള്ളം സൃഷ്ടിച്ചത്. ഈ 3 പേരിൽ നമ്മൾ ഉണ്ടാവാതിരിക്കട്ടെ. ആമീൻ. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال: 3 لا يكلمهم الله يوم القيامة ولا ينظر إليهم رجل حلف على سلعة لقد أتى بها أكثر مما أتى وهو كاذب ورجل حلف على يمين كاذبة بعد العصر ليقتطع بها مال رجل مسلم ورجل منع فضل مائه فيقول الله اليوم أمنعك فضلي كما منعت فضل ما لم تعمل يداك. ഹിമ, അതായത് കന്നുകാലികൾക്ക് മേയാനുള്ള സ്ഥലം, അത് പ്രൈവറ്റാണ്. അത് പൊതുസ്ഥലമല്ല, ഓരോരുത്തരുടെ സ്ഥലം. അത് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതൊഴിച്ച് ലാ ഹിമ ഇല്ലാ ലില്ലാഹി വലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സാബ് ഇബ്നു ജസ്സാമ വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, പ്രൈവറ്റ് അല്ലെങ്കിൽ ഓരോരുത്തരുടെ അധികാരത്തിൽ ഉള്ള ഹിമ അല്ലെങ്കിൽ മേച്ചിൽപ്പുറം, പുല്ല് തീറ്റുന്ന സ്ഥലം, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലാതെ പാടില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ-നഖിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഹിമ ആക്കിയിട്ടുണ്ട് എന്ന്. ഉമർ, അഷ്റഫ്, അർ-റബദ ഇതിനെയൊക്കെ ഹിമ ആക്കിയിട്ടുണ്ട്. അതായത് സക്കാത്തിൻ്റെ മൃഗങ്ങളെ തീറ്റിക്കുന്നതിന് വേണ്ടി പൊതുവായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ മറ്റുള്ളവർക്ക് വന്ന് തിന്നാൻ പറ്റില്ല. ഗവൺമെൻറ്റിൻ്റെ മൃഗങ്ങൾക്ക് അവിടെ പോയി തിന്നാം. ഇപ്പം നമ്മുടെ രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഗവൺമെൻറ്റിന് മൃഗങ്ങളൊന്നുമില്ല, പകരം ഗവൺമെൻറ് ബസ്, KSRTC അതുകൊണ്ട് അവിടെ കഴുകുക, അതിൽ പാർക്ക് ചെയ്യുക, അങ്ങനെയുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ മൃഗങ്ങൾക്ക് തിന്നാനും കുടിക്കാനും കിടക്കാനും ഒക്കെ ഉള്ള ഒരു സ്ഥലം. ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ഇമാമിന്, അതായത് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തതുകൊണ്ട്, റസൂൽ മാത്രമല്ല, ഇമാമിന് അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയിലെ നേതാവിന് ഒരു പൊതുവായ സ്ഥലം ഇങ്ങനെ ഹിമ ആക്കി പ്രഖ്യാപിക്കാൻ അധികാരമുണ്ട്. അതായത് അവിടുത്തെ ഭരണാധികാരിക്ക് ഹിമ, ഇത് ഹിമയാണ്, ഇന്ന് മുതൽ ഗവൺമെൻറ്റിൻ്റെ മൃഗങ്ങൾക്ക് പോയി തിന്നാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വിധിക്കാവുന്നതാണ്. പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രത്യേക കാരണങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് സക്കാത്തിൻ്റെ മൃഗങ്ങൾക്ക് പുല്ല് തിന്നാൻ വേണ്ടിയിട്ടോ. ആ സ്ഥലത്ത് പിന്നെ മറ്റാർക്കും അധികാരമുണ്ടാവുകയില്ല. മറ്റ് ഉള്ളവർ അവരുടെ മൃഗങ്ങളെ അവിടെ കൊണ്ടുവന്ന് പുല്ല് തീറ്റിക്കാൻ പാടില്ല. ഫതുൽ ബാരിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഹിമ എന്ന വാക്കിൻ്റെ തുടക്കം എന്ന് പറയുന്നത്, ആ വാക്ക് ഉണ്ടായത് അറബികളുടെ നേതാവ് ഒരു പുല്ല് തീറ്റിക്കാൻ പറ്റുന്ന ഒരു താഴ്വാരം പോലെ നിരപ്പുള്ള ഒരു സ്ഥലത്തേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ പട്ടിയെ ഒരു ഉയർന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു കുന്നിൻ്റെ മുകളിൽ കയറ്റി നിർത്തും, അല്ലെങ്കിൽ പാറപ്പുറത്ത് കയറ്റി നിർത്തും. അത് അവിടെ നിന്ന് കുറച്ചുകൊണ്ടിരിക്കും. ആ പട്ടിയുടെ കുര കേൾക്കുന്ന സ്ഥലം എത്രയാണോ അത് മുഴുവൻ അയാളുടെ ഹിമ അല്ലെങ്കിൽ പുല്ല് തീറ്റിക്കുന്ന സ്ഥലമായി കണക്കാക്കും. അത് നമ്മുടെ ഇന്നത്തെ കാലത്തൊക്കെ പറഞ്ഞാൽ ഈ വയനാട്ടിലേക്കൊക്കെ പോയി കുടിയേറ്റം എന്നൊക്കെ പറയുന്ന പോലെ നമ്മളിങ്ങനെ മലകൾ വളഞ്ഞു പിടിക്കുകയാണ്. അതിനെ പോലത്തെ ഒരു തുല്യമായ കാര്യം. ആ സ്ഥലം ആ ചീഫ് അല്ലെങ്കിൽ ആ ഭരണാധികാരിയിലെ അവിടുത്തെ നേതാവിൻ്റെ അധീനതയിലുള്ളതാകുന്നു. അപ്പോൾ അവിടുത്തെ ആ നാട്ടുകാരുടെയോ അല്ലെങ്കിൽ ആ ചീഫിൻ്റെയോ മൃഗങ്ങളെ തീറ്റിക്കാൻ മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. മറ്റുള്ളവർക്ക് ആ സ്ഥലത്ത് ഒരധികാരം ഉണ്ടാവുകയില്ല, കന്നുകാലികളെ തീറ്റിക്കാൻ പാടില്ല. അങ്ങനെ ഹിമ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ലെങ്കിൽ കൂടുതൽ വിശദീകരിക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള സ്ഥലം, പൊതുസ്വത്തല്ല, ആർക്കും കയറി ഉപയോഗിക്കാവുന്നതല്ല.
അന്യർക്ക് പ്രവേശനമില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള സ്ഥലത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് അത് ആരുടെയും അല്ലായിരുന്നു. അതിനു മുമ്പ് ആരും കൃഷി ചെയ്തിട്ടില്ല, ഇനി അങ്ങോട്ട് കൃഷി ചെയ്യാൻ സമ്മതിക്കുമേയില്ല. അത് കന്നുകാലികൾ പണ്ടും തിന്നുകൊണ്ടിരുന്നു, ഇപ്പം അത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അനുവദനീയമായ കന്നുകാലികൾക്ക് മാത്രമേ തിന്നാൻ പാടുള്ളൂ. ഫത്തുൽ ബാരിയുള്ള വിശദീകരണമാണിത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിം നേതാക്കളും അവർക്ക് മാത്രമേ ഇതിനുള്ള അനുവാദം ഉള്ളൂ. അതായത് മേച്ചിൽപ്പുറങ്ങൾ തീരുമാനിക്കാനും അല്ലെങ്കിൽ മാറ്റിയിടാനും. ഇപ്പോൾ ഒരു സ്ഥലത്ത് പുല്ല് തീർന്നു, ഇനി ഉണ്ടാവുന്നില്ല, ഉണങ്ങിപ്പോയി, അങ്ങനെയാണെങ്കിൽ വേറെ സ്ഥലത്തേക്ക് മാറ്റാനോ, ഇതൊക്കെ അതായത് പുതിയ കാരണം റസൂല് പറഞ്ഞിട്ട് പോയ മേച്ചിൽപ്പുറം ലോകാവസാനം വരെ നിന്നോളം എന്നില്ല. ചിലപ്പോൾ ഒട്ടകങ്ങളുടെ എണ്ണം കൂടാം കുറയാം, അപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ലാതെ വരാം, അല്ലെങ്കിൽ ആവശ്യം തികയാതെ വരാം. അങ്ങനെയൊക്കെ വരുമ്പോൾ മുസ്ലിം ഭരണാധികാരികൾക്കും ഹിമ പ്രഖ്യാപിക്കാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് ഹിമ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രൈവറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥലം എന്നൊക്കെ പറയുന്ന പോലത്തെ സ്ഥലങ്ങളിൽ മറ്റുള്ളവർക്ക് പോകാൻ അധികാരമില്ല. അവരുടെ സ്വന്തം സാധനങ്ങൾ കൊണ്ടുപോകാനോ വയ്ക്കാനോ തീറ്റിക്കാനോ ഒന്നും പാടില്ല. ജാഹിലിയ കാലഘട്ടത്തിൽ, അതായത് ഇസ്ലാമിന് മുമ്പ് അത് പൊതുസ്വത്തായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആർക്ക് വേണമെങ്കിലും അവിടെ പോകാം, വരാം, കന്നാലിയെ തീറ്റിക്കാം എന്നുള്ള രീതിയിൽ. അത് ഇപ്പോൾ ബാധകം അല്ല. ഇത് ഇസ്ലാമിന് ശേഷം അത് ഹിമ തീരുമാനിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അതിൽ അധികാരം പാടുള്ളൂ. أن الصعب بن الجثامة قال إن رسول الله صلى الله عليه وسلم قال لا حمى إلا لله ولرسوله وقال بلغنا أن النبي صلى الله عليه وسلم حمى النقيا وأن عمر حمى الشرف والربذ. നദികളിൽ നിന്ന് ആളുകൾ കുടിക്കുന്നതും മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നതും കുടിക്കാൻ വേണ്ടി. ഷുർബിന്നാസി വ സഖിയത് ദവാബി മിനൽ അൻഹാർ, അരുവി, തോട്, നദികൾ എല്ലാം വരും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, കുതിരയെ വളർത്തുക എന്നുള്ളത് ചിലർക്ക് അത് ഒരു വരുമാനമായിരിക്കും, അല്ലെങ്കിൽ ഒരു സമ്മാനമായിരിക്കും ആണുങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു സ്ഥാനമാനമായിരിക്കും. കുതിരയുള്ള മമ്മദ് അല്ലെങ്കിൽ കുതിരയുള്ള മക്കാർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്ഥാനം. ചിലർക്ക് അതൊരു അഭയസ്ഥാനമായിരിക്കും, അതൊരു ജീവിതമാർഗം. ചിലർക്ക് അതൊരു തലവേദനയായിരിക്കും, അതൊരു വലിയ ബാധ്യത. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ കുതിരയെ വളർത്തിയാൽ അത് വരുമാനമുള്ള അല്ലെങ്കിൽ അതിന് സമ്മാനമുള്ള അല്ലെങ്കിൽ മാനമുള്ള കാര്യമാകുന്നു. കാരണം ആ കുതിരയെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് അവൻ ഉപയോഗിക്കുന്നത്. അതായത് വിശുദ്ധ യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ടും അതിനെ വലിയ നീണ്ട കയറിൽ പുൽമേടുകളിൽ കെട്ടിയിടുന്നു. അപ്പോൾ അതിന് വിശാലമായിട്ട് നടന്ന് തിന്നാം. അതിന് അവന് പ്രതിഫലം കിട്ടുന്നതായിരിക്കും. ആ സ്ഥലത്ത്, ആ നീണ്ട കയറിൻ്റെ സ്ഥലത്ത് എന്തുമാത്രം തിന്നാനുണ്ടോ ആ പുൽമേടിൽ അതും. ആ കയറ് പൊട്ടിച്ച് ആ കുതിര ഓടിപ്പോയി ഒന്നോ രണ്ടോ മലകൾക്കപ്പുറം വരെ പോയി തിന്നു. അങ്ങനെയാണെങ്കിൽ ആ കാലടികൾ, ഓരോ കാലടിക്കും അതിൻ്റെ ചാണകത്തിനും അതിലെല്ലാം നന്മ കണക്കാക്കി നമുക്ക് എണ്ണി അള്ളാഹു തരും. അതായത് കുതിര തിന്ന പുല്ല്, കുതിരയിട്ട ചാണകം, കുതിരയുടെ കാലടികൾ, ഇതിനൊക്കെ നമുക്ക് കൂലി കിട്ടും. കാരണം അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വളർത്തുന്ന കുതിരയാണ്. അത് ഒരു അരുവിയുടെ അടുത്തേക്കൂടെ പോവുകയോ അല്ലെങ്കിൽ നദിയുടെ അടുത്തേക്കൂടെ പോവുകയോ അതിൽ നിന്ന് കുടിക്കുകയോ ചെയ്താൽ അതും ഒരു പുണ്യപ്രവൃത്തിയായിട്ടായിരിക്കും കണക്കാക്കുക. അതിൻ്റെ ഉടമസ്ഥന് അതിന് കൂലി കിട്ടും. ആ ഉടമസ്ഥൻ അതിൽ ഒരു നദിയാണല്ലോ, ഇച്ചിരി വെള്ളം കുടിപ്പിച്ചേക്കാം എന്ന് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പോലും ആ കുതിര കുടിച്ചാൽ അതും കൂലിയാണ്. കുതിരകൾ ഒരു വരുമാന മാർഗമാവുന്ന രണ്ടാമത്തെ ഭാഗം, അത് പട്ടിണിയിൽ നിന്ന് മാറ്റം വരും. അതായത് അതിൽ നിന്ന് അവർക്കൊരു ജീവിത മാർഗ്ഗമാണ്. എന്തെങ്കിലും വലിക്കാനോ ചുമക്കാനോ ആളെ കയറ്റാനോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നു, പട്ടിണിയിൽ നിന്ന് ഒഴിവ് കിട്ടുന്നു. അങ്ങനെയാണ് രണ്ടാമത്തെ ആളുകളെ പറ്റി പറയുന്നത്. അത് അവരുടെ ജീവിതമാർഗമായിട്ട് അല്ലെങ്കിൽ ഒരു നേട്ടം, സമ്പത്ത് ഉണ്ടാക്കാനുള്ള ഒരു മാർഗം ആയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു വരുമാന മാർഗമായി ഉപയോഗിക്കുന്നതോടൊപ്പം അവൻ അള്ളാഹുവിൻ്റെ അവകാശം, അതായത് സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നു. അവന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അവൻ കറക്റ്റായിട്ട് സക്കാത്ത് കൊടുക്കുന്നുണ്ട് ആ കുതിരയുടെ വരുമാനത്തിൽ നിന്ന്. അല്ലെങ്കിൽ ആ പൈസ കൊണ്ട് നടത്തുന്ന കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ സക്കാത്ത് കൊടുക്കുന്നുണ്ട്. ആ കുതിരയെ അവൻ ഓവർലോഡ് ചെയ്യുന്നില്ല. നമുക്കറിയില്ല കുതിര എന്തോരം കയറ്റും എന്നുള്ളത്. നമുക്ക് ലോറിക്കൊക്കെ അറിയാം, 1 ടൺ 2 ടൺ 20 ടൺ 25 ടൺ എന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ സ്കൂട്ടിയൊക്കെ ആണെങ്കിൽ ഒരു സിലിണ്ടർ, ഗ്യാസ് സിലിണ്ടർ വെച്ചുകൊണ്ട് പോകാം, ഒരു 50 കിലോയുടെ അരി ചാക്ക് വെച്ചുകൊണ്ട് പോകാം. നമ്മൾ അതിനകത്ത് ഒരു 100 കിലോ അല്ലെങ്കിൽ 200 കിലോ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒടിഞ്ഞു പോകും. അപ്പോൾ അതിനെയാണ് ഓവർലോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ കുതിരയ്ക്ക് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ അതിനെ കൊണ്ട് ചുമപ്പിക്കാതിരിക്കുകയും ചെയ്യണം. കുതിരയെ പൊങ്ങച്ചത്തിന് വേണ്ടി അല്ലെങ്കിൽ ആത്മാഭിമാനത്തിന് വേണ്ടി അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടി മാത്രം വയ്ക്കുന്നവനാണെങ്കിൽ, മുസ്ലിങ്ങളെ ഉപദ്രവിക്കുക
എന്നുള്ള ഉദ്ദേശവും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാണം കെടുത്തുക, കളിയാക്കുക, എന്താവാം, മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് അത് വയ്ക്കുന്നതെങ്കിൽ ആ കുതിരയുടെ മുഴുവൻ പ്രവൃത്തികളും അവനെതിരെ ഒരു പാപമായി എഴുതപ്പെടും. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള കുതിരയെ പറ്റി പറഞ്ഞതുപോലെ എല്ലാം, കാലടി മുതൽ, പുല്ല് മുതൽ, ചാണകം മുതൽ, വെള്ളം കുടിച്ചത് മുതൽ എല്ലാം നന്മയായിട്ട് എഴുതും. അപ്പോൾ അതുപോലെ മുസ്ലിമിനെ ഉപദ്രവിക്കാൻ വേണ്ടി ഒരാളൊരു കുതിരയെ വളർത്തിയാൽ അതിൻ്റെ എല്ലാ പ്രവർത്തികളും അവനെതിരെ പാപമായി എഴുതപ്പെടും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു കഴുതകളെ പറ്റി. അദ്ദേഹം പറഞ്ഞു, കഴുതയെ പറ്റി പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല എനിക്ക്, പൊതുവായ ഈ ഒരു ആയത്ത് അല്ലാതെ അത് എല്ലാത്തിലും ബാധകമാകുന്നു. അപ്പോൾ കുതിരയ്ക്ക് മാത്രമേ പ്രത്യേക നിയമമുള്ളൂ. അങ്ങനെ ആരെങ്കിലും ഒരു അണുവിൻ്റെ വലിപ്പത്തിലെങ്കിലും ഒരു നന്മ ചെയ്താൽ, അല്ലെങ്കിൽ ചെറിയൊരു ഉറുമ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്, വളരെ ചെറിയ, കാണാൻ പോലും പറ്റാത്തത്ര ഉറുമ്പിൻ്റെ വലിപ്പത്തിൽ ഒരു നന്മ ഒരാൾ ചെയ്താൽ അവനത് കാണുകയും ആരെങ്കിലും ഒരു അണു വലിപ്പം തിന്മ ചെയ്താൽ, അതായത് വളരെ ചെറിയ ഉറുമ്പിൻ്റെ അത്രയും തിന്മ ചെയ്താൽ അതും അവൻ കാണുകയും ചെയ്യും. അപ്പോൾ അതാണ് മറ്റ് മൃഗങ്ങളെ പറ്റി. അപ്പോൾ നമ്മളിപ്പോൾ ജീപ്പ്, കാറ് അങ്ങനെയുള്ളതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അള്ളാഹുവിനെതിരായി ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്താൽ ഈ കണക്കിൽ പെടുമായിരിക്കും. അള്ളാഹു ആയാലും കുതിരയെ മാത്രമേ എടുത്തു പറഞ്ഞിട്ടുള്ളൂ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുന്നു. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال الخيل لرجل أجر ولرجل ستر وإلى رجل بزر فأما الذي له أجر فرجل ربطها في سبيل الله فأطال لها في مرج أو روضة فما أصابت في طيالها ذلك من المرج أو الروضة ولو أنه انقطع طيالها فاستنت شرفا أو شرفين كانت آثارها وأرواثها حسنات له ولو أنها مرت بنهر فشربت منه ولم يرد أن يسقي كان ذلك حسنات له فهي لذلك أجر ورجل ربط تغنيا وتعففا ثم لم ينسى حق الله في رقابها ولا ظهورها فهي لذلك ستر ورجل ربطها فخرا ورياء ونواء لأهل الإسلام فهي على ذلك بزر وسئل رسول الله صلى الله عليه وسلم عن الحمر فقال ما أنزل علي فيها شيء إلا هذه الآية الجامعة الفاذة فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നു, കുതിരകളെ സാധാരണ രീതിയിൽ യാത്രയ്ക്കോ അതല്ലെങ്കിൽ കച്ചവട കാര്യങ്ങൾക്കോ ഒക്കെയാണ് ഉപയോഗിക്കാറ്, സാധനങ്ങൾ കൊണ്ടുവരാനും കൊണ്ടുപോകാനും. അതിനെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിലും ഉപയോഗിക്കാവുന്നതാണ്, എന്നിട്ട് അതിന് കൂലി വാങ്ങിക്കാവുന്നതാണ്, അതിൻ്റെ അനുസരണയ്ക്ക് വേണ്ടി മാത്രം, അതായത് അള്ളാഹുവിനനുസരിച്ചതുകൊണ്ട് മാത്രം. മറ്റൊരാൾ അള്ളാഹുവിനെ അനുസരിക്കാതിരിക്കുകയും അള്ളാഹുവിനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്താൽ അവനെ ശിക്ഷിക്കുന്നതാണ്. മറ്റുള്ളവർക്ക് അത് ജസ്റ്റ് വെറുതെ ഒരു ജീവിതമാർഗമായി മാത്രവും ഉപയോഗിക്കാവുന്നതാണ്. ഖസ്തലാനിയിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ഒരാൾ കഴുതയെ നല്ല ദയയോടും ദാക്ഷിണ്യത്തോടെയും കൊണ്ടു നടന്നു നോക്കി, അതിനെ ഓവറായിട്ട് ചുമടെടുപ്പിച്ചില്ല, അങ്ങനെയാണെങ്കിൽ അവന് പരലോകത്ത് കൂലി കിട്ടും. ഇതിനെതിരായിട്ട് അവൻ പ്രവർത്തിച്ചാൽ അവൻ്റെ ചീത്ത പ്രവൃത്തികൾക്കുള്ള ഫലം അനുഭവിക്കുന്നതാണ്, അത് ശിക്ഷകൾ ഖസ്തലാനിയിൽ വിശദീകരിക്കുന്നു. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.